بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد خلاصة الفقه الإسلامي 37ാമത്തെ ക്ലാസ് അർക്കാനു തയമ്മുമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം. അർക്കാനു തയമ്മുമി, തയമ്മുമിന്റെ റുക്നുകൾ. റുക്ന് അർക്കാൻ, റുക്നിന്റെ ബഹുവചനാണ് അർക്കാൻ. അർക്കാനുഹു ഖംസത്തുൻ, തയമ്മുമിന്റെ റുക്നുകൾ, ഫർളുകൾ, അത് 5 കാര്യമാണ്. അൽ അവ്വലു നഖ്ലു തുറാബി, മണ്ണ് നീക്കം ചെയ്യുക. നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. മണ്ണ് എന്ത് ചെയ്യണം, നമ്മളെ ഈ സ്ഥലത്ത് നിന്ന് അടിച്ചിട്ട് മുഖത്തേക്ക് നീക്കുന്നില്ലേ, ഇതിനാണ് നഖ്ല് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം ഫലൗ സഫത്തുഹു അർരീഹു അലൈഹി ലം യുജ്സി, മണ്ണ് കാറ്റടിച്ചിട്ട് മണ്ണ് മുഖത്തെത്തിയതാണ്, അത് തയമ്മുമാവോ? ഇല്ല. ഫലൗ സഫത്ത് ഹു, ആ മണ്ണിനെ അടിച്ചു കൊണ്ടുവന്നാൽ, അരീഹു കാറ്റ് മണ്ണിനെ അടിച്ചു കൊണ്ടുവന്നു, അലേഹി മുഖത്തിന്റെ മേൽ അല്ലെങ്കിൽ അവയവത്തിന്റെ മേൽ, ലം യുജ്സി, അത് മതിയാവുകയും. വലൗ യുമ്മിമ, എന്നാൽ തയമ്മും ചെയ്തു കൊടുത്തു, ബീദിനിഹി, അയാളുടെ സമ്മതത്തോടെ, വനവ, അയാൾ തയമ്മും കരുതുകയും ചെയ്തു, അജ്സഅഹു, അദ്ദേഹത്തിന് അത് മതി, അത് തയമ്മുമാകും. ഫസനി, രണ്ടാമത്തത് നിയത്തു ഇസ്തിബാഹത്തി സ്വലാത്തിൻ മഫ്റൂദത്തിൻ, ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് കരുതലാണ്. നിയത്ത് കരുതുക, ഇസ്തിബാഹത്ത് ഹലാലാക്കുന്നതിനെ കരുതുക, സ്വലാത്തിൻ നിസ്കാരം, മഫ്റൂദത്തിൻ ഫർളായ. വയജിബു കർണുഹ, വയജിബു നിർബന്ധമാണ്, കർണുഹ നിയത്ത് ചേർന്ന് വരിക, ബിൻ നഖ്ലി, നഖ്ലിനോട്, അതായത് മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ആ സമയത്ത് വേണം തയമ്മുമാണെന്ന് കരുതാൻ. ഇസ്തിദാമത്തുഹ, ആ നിയത്തിനെ നിലനിർത്തുക, ഇസ്തിദാമത്ത്, ഇസ്തദാമ യസ്തദീമു, ഇസ്തിദാമത്ത് നിലനിർത്തുക, ഹാ നിയത്തിന്. ഇലാ മസ്ഹിൽ വജ്ഹി, മുഖം തടകുന്നത് വരെ. അപ്പോ മണ്ണടിച്ചാൽ അത് മുഖം തടകുന്നവരെ ആ നിയത്ത് ഉണ്ടാകണം. അത് വലിയ മശക്കത്തുള്ള കാര്യമാണോ? വലിയൊരു സാഹസികത അല്ല, സ്വാഭാവികമായി ഉണ്ടാകും. വസാലിസു, മൂന്നാമത്തെ ഫർള് മസ്ഹു വജ്ഹിഹി, മുഖം തടവുക, ഹത്താ ലാഹിരി മുസ്തർസിലി ലിഹിയതിഹി വ മുഖദ്ദമി അംഫിഹി, ഏതുവരെ? ഹത്താ, ലാഹിർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം, മുസ്തർസിൽ എന്ന് പറഞ്ഞാൽ താഴ്ന്നു കിടക്കുന്നത്, ലിഹിയത്ത് താടി, ലിഹിയത്തിഹി അയാളുടെ താടിയുടെ താഴ്ന്നു കിടക്കുന്നതിന്റെ ബാഹ്യഭാഗം വരെ, വ മുഖദ്ദമി അംഫിഹി, മൂക്കിന്റെ മുഖദ്ദം, ഇതൊക്കെ തടവല് വരണം. അംഫു എന്ന് പറഞ്ഞ മൂക്ക്, ഹി അദ്ദേഹത്തിന്റെ മൂക്കിന്റെ മുൻഭാഗം വരെ, ഇതാണ് മുഖദ്ദം. വറാബിഅ, നാലാമത്തത് മസ്ഹു യദൈഹി, 2 കൈ തടവുക, മഅ മിർഫഖൈഹി, മുട്ടുൾപ്പെടെ തടവുക, മുട്ടുൾപ്പെടെ തടവുക. വയജിബു, നിർബന്ധമാണ്, നസ്ഉൽ ഖാതമി, മോതിരം അയച്ചു വെക്കൽ, ഫിൽ അർബത്തി സാനിയ, രണ്ടാമത്തെ അടിയിൽ. ഒന്നാമത്തെ അടിയിൽ കാരണം മുഖാണ് തടവേണ്ടത്, അത് പിന്നെ മുഖം തടവല് നടന്നാൽ മതി. രണ്ടാമത്തെ കൈന്റെ എല്ലാ ഭാഗവും വരണ്ടേ, അപ്പൊ ആ മോതിരം കൊണ്ട് ആ കൈന്റെ ഭാഗം മറയാൻ പാടില്ല. അതുകൊണ്ടാണ് നസുൽ ഖാത്തമി, മോതിരം അയച്ചു വെക്കുക, ഫിൽ അർബത്തി സാനിയ, രണ്ടാമത്തെ അടിയിൽ. ലിയസ്വില, എത്താൻ വേണ്ടി, അത്തുറാബ്, മണ്ണ്, ഇലാ മാ തഹ്തഹു, ഈ മോതിരത്തിന്റെ താഴെയുള്ള ആ ഭാഗം, ഉള്ളിലുള്ള ആ മോതിരം കൊള്ളുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് മണ്ണെത്താം. വൽ ഖാമിസു, അഞ്ചാമത്തത് തർത്തീബു ബൈനൽ വജ്ഹി വൽ യദൈനി, മുഖം, 2 കൈകൾ, ഇതിന്റെ ഇടയിൽ ക്രമം പാലിക്കുക, തർത്തീബ്, ക്രമം പാലിക്കുക. ഇങ്ങനെ 5 ഫർളുകളാണ് ഉള്ളത്. ഈ 5 ഫർളുകൾ പാലിക്കപ്പെടണം. ഇപ്പൊ ഫർളായും സുന്നത്തായും വേർതിരിച്ച് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. അങ്ങനെ മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. ഒരു വിഷയം ചെയ്യുമ്പോൾ, തയമ്മുമൊക്കെ ചെയ്യുന്ന സമയത്ത്
അതിന്റെ സ്വീകാര്യതയും അതിന്റെ അത് ബാത്തിലാകാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നിർബന്ധവും സുന്നത്തും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കണം. അതേസമയത്ത് നിർബന്ധമൊക്കെ എടുക്കുക, സുന്നത്തൊക്കെ ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിലല്ല നമ്മൾ നിർബന്ധവും സുന്നത്തും വേർതിരിച്ച് പഠിക്കുന്നത്. ഈ ഒരു ബോധ്യവും കൂടെ ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടാകും.